ചായ ആറ്റണ നന്നായിട്ട് എടുത്തോ. പണ്ട് ഇതുപോലെ ചായ ആറ്റിയെന്ന പോലൊക്കെ ഇന്ന് പ്രധാനമന്ത്രിമാരാ. അപ്പൊ നമ്മളിന്ന് ഊട്ടിയിലേക്ക് പുറപ്പെടുകയാണ്. നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ വയനാട്ടിലാണ്. നമ്മൾ ഈ കോവിഡ് വന്നതിന് ശേഷം നമ്മൾ ഊട്ടിയിൽ പോയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വയനാട്ടിലെ ഇവന്റിന്റെ സമയത്തൊക്കെ നമ്മളെ ഫ്രണ്ട്സ് കുറേ ചോദിച്ചിരുന്നു, ഊട്ടിയിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റുമോ, കേരള അതിർത്തി കിടന്ന് എങ്ങനെയാണ് തമിഴ്നാട്ടിൽ പോവുക, അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ നമുക്കും അതറിയില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പുറപ്പെടുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈക്കോ വഡൈസ്. കഴിഞ്ഞ ആഴ്ച വയനാടായിരുന്നു. ഈ ആഴ്ച നമ്മൾ ഹെഡ് ചെയ്തിട്ടുള്ളത് ഊട്ടിയിലേക്കാണ്. അപ്പോൾ ഊട്ടിയിലേക്ക് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് ചെറിയൊരു ചടപ്പുണ്ട് കേട്ടോ. അതായത് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ബസ്സിൽ പോയി ബൊട്ടാണിക്കൽ ഗാർഡനും അതുപോലെ വെയിൽ കൊള്ളുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട ഓർമ്മ മാത്രമേ സത്യത്തിൽ എനിക്ക് ഊട്ടിയെക്കുറിച്ചുള്ളൂ. അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ചടപ്പുണ്ട്. നിങ്ങൾ കണ്ട ഊട്ടിയുടെ പ്രശ്നമാണത്. നിങ്ങൾക്ക് ആരാ അന്ന് ഊട്ടി കാണിച്ചെന്ന് അവരെ ആണ് അതിന് കുറ്റം പറയേണ്ടത്. ഊട്ടി എന്ന് പറയുന്നത് വൈഡ് ഏരിയ ആണ്. ഊട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് കോത്തഗിരി, കോടനാട് വ്യൂ പോയിന്റ്, അവലാഞ്ചി, അതുപോലെ കൂനൂര് പറയുന്നൊക്കെ തള്ളാണോ? നമുക്ക് സത്യമായിട്ടും ഊട്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ, അവലാഞ്ചി പോലുള്ള ഒരുപാട് നല്ല രസകരമായ കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട്. നമുക്ക് കണ്ടുനോക്കാം. യെസ്. അപ്പോൾ ഞങ്ങൾ പുറപ്പെടുകയാണ്. ഊട്ടിയിലെ ഒരു സെൻട്രൽ ടൗണിൽ ക്ലബ് ഓക്സിജൻ്റെ റൂമിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. പിള്ളേരൊക്കെ കാര്യമായിട്ട് ഓൺലൈൻ ക്ലാസ്. എന്ത് കഷ്ടമാണല്ലേ, ഒരു ട്രിപ്പ് പോകുമ്പോഴും ക്ലാസ് മുടക്കാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, കൊറോണ ആയതിനു ശേഷം പിന്നെ സ്കൂളിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ഒരു പ്രശ്നം ഇല്ലേ ഫാത്തിമ? നമ്മൾ ബഡായി ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതോ ഒരു പ്രൈവറ്റ് റോഡാണ്, അതിലൂടെയൊക്കെ കയറി നോക്കുന്നുണ്ട്. ബോർഡുണ്ട്, വണ്ടി കയറ്റരുതെന്നാ പ്രൈവറ്റ് റോഡ് ബാൻഡ് ഇല്ല, പ്ലാസ്റ്റിക് കപ്സ് ബാൻഡ്. വേറെ എന്റെ വണ്ടി 4 വീലാണ്. റിസോർട്ടാണോ? റെസ്ട്രിക്റ്റഡ് ഏരിയ, ഓതറൈസ്ഡ് പേഴ്സൺസ് ഓൺലി. വെടിവെപ്പ് വരും, തടിയെടുക്കണം. ഏതോ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിലൂടെ ഒക്കെ കടന്നു ചെല്ലാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു, നടന്നില്ല. തമിഴ്നാട്ടിൽ ഒന്നിനു ശേഷം എന്താണോ നിയമം വല്ലാതെ അനുസരിക്കുന്നുണ്ട്. ബോർഡ് വെച്ച് അങ്ങോട്ട് കടക്കരുത് പറഞ്ഞാൽ അങ്ങോട്ട് പോകണില്ല. പേടിയാണ്. കേരളത്തിലാണ് പേടി വേണം, പേടി നല്ലതിന് അല്ലേ? നമ്മുടെ ഊട്ടി റെയിൽവേ ട്രാക്കിന് സൈഡിലൂടെയുള്ള റോഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. കിട്ടി റെയിൽവേ സ്റ്റേഷൻ കിട്ടി. ആരെ കിട്ടിയല്ലോ? കിട്ടി. കിട്ടിയതിന് ശേഷം എടുത്ത റെയിൽവേ സ്റ്റേഷൻ. ഇതിന്റെ ഒരു ഐതിഹ്യം വരുന്നത് ഊട്ടിയിലെ പഴയ ഒരു രാജാവ് ഇവിടെ വെച്ചാണ് രണ്ടാമത് പെണ്ണ് കിട്ടിയത്. അങ്ങനെയാണ് കിട്ടി റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞത്. നമ്മുടെ ഊട്ടി കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് വിമുക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ഡിസ്പോസിബിൾ വെള്ളമൊന്നും എവിടെയും കിട്ടാനില്ല. ബോട്ടിൽ നമുക്ക് ലഭ്യമല്ലോ. അതെ, നന്നായി ദാഹിച്ച് നമ്മൾ കയറി ചെല്ലുമ്പോഴും അവര് പറയണത് ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അലൗഡ് അല്ല. അപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെർമനന്റ് ബോട്ടിൽസ് ഒക്കെ, വെള്ളമൊക്കെ കയ്യിൽ, സ്റ്റീലിന്റെ ബോട്ടിൽ കയ്യിൽ വെക്കണം. ഈ ഊട്ടിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ കാറിൽ നിങ്ങൾ നല്ലൊരു ബോട്ടിൽ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. അതിൽ വെള്ളം നിറച്ച് കാറിൽ കൊണ്ടുപോകും. അല്ല മിനറൽ വാട്ടർ വാങ്ങിച്ച് വണ്ടിയിൽ വെക്കുന്നത് അത്ര സേഫ് അല്ല. പോലീസ് പിടിച്ചാൽ ഫൈൻ ഉണ്ട്. ശരിക്കും ഊട്ടിയിലേക്ക് വരാൻ പ്ലാൻ ചെയ്തപ്പോഴേ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഊട്ടിയിലേക്ക് ഇപ്പോൾ എൻട്രി ഉണ്ടോ, നമുക്ക് കടന്നു പോകാൻ പറ്റുമോ, ചെക്ക് പോസ്റ്റിലെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്. ഇപ്പോൾ കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൊറോണ കഴിഞ്ഞതിന് ശേഷം എന്നല്ല, ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം, കൊറോണ കഴിഞ്ഞിട്ടില്ല, കൊറോണ നിലവിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിനുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വന്നാൽ മതി. മാസ്ക് ഇട്ടിട്ടില്ല എന്നിട്ടാണ് പറയണത്. ശരിയാണ്, കൊറോണ കഴിഞ്ഞിട്ടില്ല. ലോക്ക്ഡൌണിന് ശേഷം ഊട്ടിയിലേക്ക് വരുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ. ശരിക്കും ഭയങ്കര സിമ്പിൾ ആയിരുന്നു കേട്ടോ. നമുക്കൊരു വെബ്സൈറ്റിലൂടെ ഒരു രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുക, ചെക്ക് പോസ്റ്റിൽ ആ ഒരു പാസ് കാണിച്ചു. ഞാനാണ് പറഞ്ഞത് അങ്ങനെ സംവിധാനം ഉണ്ട്, ഞാനാണ് ചെയ്തത്. എന്തൊരു തള്ളാണ് ബ്രോ. എന്തായാലും പ്രൊസീജിയർ വളരെ എളുപ്പമാണ്. യെസ്, എക്സാക്ട്ലി, ബഡായി വിളിക്കുന്നത്. എനിക്ക് സപ്പോർട്ടിന് ആളുണ്ട് കേട്ടോ. ഹേറ്റേഴ്സ് ആണ് കൂടുതലും. അപ്പോൾ എനിവേസ്, ഇപ്പോൾ ഊട്ടിയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ടൂറിസ്റ്റ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പ്രൊസീജിയർ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നമുക്ക് മൊബൈലിൽ തന്നെ നമുക്ക് ഒരു ലിങ്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിനകത്ത് നമ്മളെ കുറച്ച് ഭാഗങ്ങൾ, പേര്, അഡ്രസ്സ്, കാര്യങ്ങൾ ഫില്ല് ചെയ്യാണ്ട് അത് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് ചെക്ക് പോസ്റ്റിൽ കാണിച്ചു കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റേറ്റ് ബോർഡർ കടന്ന് ആ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും.
നമ്മളിപ്പം കൂനൂരിലേക്ക് പോകുന്ന വഴിയിലാണ്. അപ്പോഴാണ് ഇന്നലെ നമ്മൾ ഊട്ടിയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കോട്ടക്കലുള്ള ഒരു ഫ്രണ്ട് അരുണ്, അവന് സെലാസ് വില്ലേജിൽ അവിടെ ഒരു സെലാസ് വാലി എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേ ഉണ്ട്. അത് കൂനൂർ അടുത്താണ്. അതൊന്ന് കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ നമ്മൾ കൂനൂർ റോഡിൽ നിന്ന് അവൻ്റെ ഈ സെലാസ് വാലിയിലേക്കുള്ള റോട്ടിൽ തിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഹോം സ്റ്റേ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. അങ്ങനെ ഒടുവിൽ നമ്മൾ സെലാസ് വാലിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ അരുണിന്റെ പ്രോപ്പർട്ടി. എങ്ങനെയുണ്ട് ആമി? പൊളിച്ചിട്ടാ, ഇത് നൈസ് ആയിക്കണ്. ഈ ബാൽക്കണിന്ന് മൊത്തത്തിൽ നോക്കുമ്പോ ഗ്രീൻ ആണ്. ഊട്ടിയുടെ ഗ്രീൻ ക്രീം ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മളിത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. വെതറും അടിപൊളിയാണ്, സീനറി അടിപൊളിയാണ്, നോ രക്ഷ. ഇപ്പം ഇനി സൈക്കോപഡൈസിൽ ഫാത്തിമാൻ്റെ ഭാഗം ഒരു സജഷനാണ്. സൈക്കോപഡൈസിൻ്റെ ഒരു ജൂനിയർ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതാ എബിയും ഫാത്തിമയും കൂടി സൈക്കോപഡൈസ് ജൂനിയർ യൂട്യൂബിൽ അടുത്ത കാലത്ത് തുടങ്ങും അല്ലേ? എന്താ ഫാത്തിമ പറയാനുള്ളത്? ജൂനിയേഴ്സ് തുടങ്ങുകയാണെങ്കിൽ അല്ല, അപ്പം നമ്മൾ കൂനൂർ എത്തിയിട്ടുണ്ട്. കൂനൂരിൽ നിന്ന് ഇപ്പം നമ്മൾ ഡോൾഫിൻ ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തായിട്ട് കുറേ വ്യൂ പോയിന്റുകൾ, അതുപോലെ സൂയിസൈഡ് പോയിന്റ് ഒക്കെ ഉണ്ട്. അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അതെ, ഇവിടെ കുറെ ബ്രിട്ടീഷുകാർ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഊട്ടിയിൽ ഒരു കാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ തമ്പടിച്ചിരുന്നത് ഈ ഭാഗത്താട്ടോ. ഊട്ടിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഏരിയ ആണിത്. ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ദൂരെയാണ് ഇത് ഉള്ളത്. ഇവിടെയാണ് മദ്രാസ് റെജിമെന്റിൽ നമ്മളെ മിലിറ്ററി ക്യാമ്പൊക്കെ ഉള്ളത്. ഓയിൽ ടീ കുടിക്കാൻ നമുക്ക് അവിടെ നോക്കാം. അത് നല്ല കാര്യമാണ്. അങ്ങനെ പറഞ്ഞ് നമ്മൾ കൂനൂർ എത്തിയപ്പോഴുള്ളത് സിംഗാര ടീ ഗാർഡൻ ആണ്. ഇവിടെ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ടീ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നെ കൂട്ടാതെ ട്രൈ കരും. ഇതെന്ത് ചെയ്യാം? ഇത് സിംഗാര ടീ ഫാക്ടറിന്റെ ഔട്ട്ലെറ്റ് ആണ്. അവര് മസാല ടീ ഒന്നാണ്. വേണ്ടേ? അടിപൊളിയല്ലേ? നേബിക്ക് ചോക്ലേറ്റ് ടീ പറഞ്ഞു. ചേട്ടായി എന്തോ പറയണ്ട? എന്താ ഗ്രീൻ ടീ ആണ് സിംഗാര ടീ. ഞങ്ങൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണ് കണ്ടപ്പോൾ തന്നെ എന്നെ കണ്ടപ്പോൾ അത് എനിക്ക് ഗ്രീൻ ടീ അതൊന്നും പ്രിപ്പറേഷൻ ഇങ്ങനെയാണ്. വെള്ളം നല്ല തിളപ്പിച്ച് ഗ്രീൻ ടീ ഇട്ട് കുടിക്കുക. ദേഹത്തിന് നല്ലതാണ്. ബി പി, ഷുഗർ, കൊളസ്ട്രോൾ, വെയിറ്റ് റെഡ്യൂസ്, കിഡ്നി സ്റ്റോൺ, ബ്ലഡ് മാർക്ക് എല്ലാത്തിനും നല്ലതാണ്. ഈ ഗ്രീൻ ടീന്റെ ലീഫിനെ ഉണക്കിയിട്ട് പൊടിച്ചതാ സാധാ ടീ? ഗ്രീൻ ടീ വേറെ ലീഫ് ഉണ്ടോ? green tea only single person they can prepare green tea. ഇത് வந்து മെഷീൻ പ്രോസസ്സിംഗ് ഇല്ല, സൺലൈറ്റ് റോസ്റ്റ്. നോർമൽ ടീ പൗഡർ ഇതില്ല. ഇത് നോർമൽ ടീ പൗഡർ അല്ല. നോർമൽ ടീ പറഞ്ഞാൽ 3 ലീഫ് 5 ലീഫ് ഇതാണ് നോർമൽ ടീ. ഈ വരുന്നത് ഇത് മാത്രം ഗ്രീൻ ടീ വൈറ്റ് ടീ അല്ല, ഇതേമാതിരി ലീഫിൽ തയ്യാറാക്കാം. അതിന് മോർ ആന്റി ഓക്സിഡന്റ് ഹെൽത്ത് ബെനിഫിറ്റ് ജാസ്തിയാണ്. ഇമ്മ്യൂണിറ്റി പവർ, സ്ട്രെങ്ത്, സ്റ്റാമിന എല്ലാത്തിനും നല്ലതാണ്. ചായ ആറ്റണ നന്നായിട്ട് എടുത്തോ. പണ്ട് ഇതുപോലെ ചായ ആറ്റിയെന്ന് പോലൊക്കെ ഒന്ന് പ്രധാനമന്ത്രിമാരാ. ചോക്ലേറ്റ് എന്താണ് പറയുന്നടാ? ഫുള്ളി ഫോഗ്, ഫുള്ളി വൈബാ. ഔട്ട് കംപ്ലീറ്റ്ലി ഫോഗാ. രസമുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ. ഫുഡ് കഴിക്കാനേ കാണിച്ചു തരാം.
ഡോൾഫിനോസ് വ്യൂ പോയിന്റിൻ്റെ അടുത്ത് ഈയിടെയായിട്ട് പുതിയതായിട്ട് തുറന്നതാണ് തോന്നുന്നുണ്ട് ഈ ഹോട്ടൽ. മുമ്പ് വന്നപ്പം കണ്ടിട്ടില്ല, പക്ഷേ നല്ല റെസ്റ്റോറൻറ്റ് കേട്ടോ, നല്ല ഫുഡൊക്കെയാണ് കണ്ടിട്ട്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം ബാക്കി കാര്യങ്ങൾ. എന്താണ് അപ്പൊ നമ്മള് കൂനൂർ തന്നെയാണ് ഉള്ളത് അല്ലേ? കൂനൂർ തന്നെയാണ്. ഈ ചെങ്ങായി ഇത്രയും കാലമായിട്ട് ടീ ഫാക്ടറി കണ്ടിട്ടില്ല, എങ്ങനെയാണ് ഈ ചായ ഉണ്ടാക്കണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ചായ അല്ല, ചായപ്പൊടി. ഗ്രീൻ ടീയും ഈ ബ്ലാക്ക് ടീ ഒക്കെ വരുന്നത് ഒരു ഇലയിരുന്ന് തന്നെയാണെന്ന് ഇയാൾക്ക് ഇതുവരെ മനസ്സിലായില്ല. അതിന് വേറെ ചെടിയാണെന്ന് ഈ ചെങ്ങായിന്റെ വേറെ ഇലയാണ്. നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ, അറിയുന്ന ആളുകൾ. ഗ്രീൻ ടീ ഒരു ഇല തന്നെയാണ്, ഒരു ചെടിയാണ്. അല്ല, ഒരു ചെടിയല്ല, അത് വേറെ ചെടിയാണ്. അയ്യോ, അത് പറഞ്ഞത് വേറെ ചെടിയാണ്. അല്ല, മനസ്സിലായാൽ മനസ്സിലാവാത്തമാതിരി കാട്ടുന്നില്ല. നമുക്ക് സ്വഭാവമുണ്ട്. ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണ്, അതുകൊണ്ട് അതാണ് ഇത് ശരി. ഞാൻ വിചാരിച്ച ഡൗട്ട്. ഇതാണ് ടീ ലീഫ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ടീക്കും ബ്ലാക്ക് ടീക്കും ഒക്കെ ഒരൊറ്റ ലീഫാ വരുന്നത്. ഈ ചുരുണ്ട് നിൽക്കുന്ന ഈ ഇത് കണ്ടോ, ഈ ചുരുണ്ട് നിൽക്കുന്ന ലീഫ് ആണ് ഇത്. ഇങ്ങനെ ഉണക്കിയിട്ട് വരുന്നതാണ് ഗ്രീൻ ടീ എന്ന് പറയുന്ന സാധനം. ഈ മറ്റേ വലിയ ലീഫ് ഉണ്ടല്ലോ, ഇത് ഈ കണ്ടേ, ഇങ്ങനത്തെ ലീഫിൽ മൂത്ത ലീഫ്, ഇപ്പൊ ഈ കാണുന്നതല്ല, കുറച്ചുകൂടെ മൂത്ത ലീഫ് ഉണക്കിയിട്ട് അത് പൊടിച്ചു വരുന്നതാണ് നമ്മുടെ നാട്ടിൽ വരുന്ന ചായപ്പൊടി. എന്തായാലും നമ്മൾ കാണാൻ പോകുന്നത് ടീ ഫാക്ടറി ആണ്. വ്ളോഗ് ചെയ്യാൻ സമ്മതിക്കുമോ എന്നറിയില്ല. ടീ പൗഡറിന്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണെന്ന് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റിയിലാണ് പോണത്. ഇത് ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറി കേട്ടോ. എനിക്ക് അറിഞ്ഞിട്ടൊന്നല്ല, ഞാൻ ആ പേരായിട്ട് വായിക്കാണ്. ബെഞ്ച് മാർക്ക്. ഇത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. പാർക്കിംഗ്. പ്ലക്കിംഗ്, വെൽറ്റിംഗ്, ടീ മാനുഫാക്ചറിന്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലക്കിംഗ്, വെൽറ്റിംഗ്, ലീഫ്, ട്രാൻസ്പോർട്ട്. നമ്മൾ ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറിയിലാണുള്ളത്, കൂനൂര്. അപ്പോൾ അതിനകത്തേക്ക് കിടക്കാൻ അവർ സമ്മതിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത്? ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചങ്ങായിക്ക് അറിയാം. ചായ ഉണ്ടാക്കുന്നതല്ല, ചായപ്പൊടി നമുക്ക് നാട്ടിൽ ചായ ഉണ്ടാക്കാൻ പാകത്തിലായ ചായപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കയറി നോക്കാം. അപ്പോൾ നമ്മൾ ടീ ഫാക്ടറി കയറിയാണ്. അപ്പോൾ ഇവിടെ ഒരു ചാലക്കുടി ഉള്ള ഒരു ചേച്ചിനെ കണ്ടിട്ടുണ്ട്. ഇതാണ് ആ ചേച്ചി. ചാലക്കുടി ചന്തക്ക് പോയപ്പോ ചേച്ചി ഇത് ഇല കൊണ്ടുവരും വണ്ടിയിൽ ഫസ്റ്റ്. കൊണ്ടുവന്ന ശേഷം മൂട്ടിട്ട് ലിഫ്റ്റ് വഴിയായിട്ട് മേലെ കൊണ്ടുവരും. പച്ചല ടീയല കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറക്കും. ലിഫ്റ്റ് ഉണ്ട്, 3 ഫ്ലോർ ഉണ്ട്. 3 ഫ്ലോറിൽ ഇല ഡ്രൈ ആക്കണത്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോയി അവിടെ ഇട്ടു. ഇത് ഡ്രൈ ആക്കണത്. ഇല കായാനിടുന്നത്, ഉണങ്ങാനിടുന്നത്, വാടാനിടുന്നത്. ഉണങ്ങില്ല, വാടും. നല്ല ഡ്രൈ ആകും. ഇതേമാതിരി ഡ്രൈ ആകും. ഇതിൽ വൈറ്റ് ടീ, ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ എല്ലാ ടീ ഉണ്ട്. വൈറ്റ് ടീ എന്ന് പറഞ്ഞാൽ ബഡ്സ് മാത്രം. എൻട്രൻസിൽ ഒരു ബഡ്സ് വരും. ഇതാണ് വൈറ്റ് ടീ. ഇതെടുത്തിട്ട് ഒന്ന് സൺലൈറ്റ് വെതരം ചെയ്ത് പ്രോസസിംഗ് ഒന്നുമില്ല വൈറ്റ് ടീക്ക്. അതിന്റെ താഴെ 2 ഇല ഗ്രീൻ ടീ. ഗ്രീൻ ടീക്ക് ഓൺലി സ്റ്റീമിങ്ങും ക്രഷിങ്ങും മാത്രമുള്ള പ്രോസസിങ്. വൈറ്റ് ടീ പ്രോസസിംഗ് ഇതെല്ലാം നോർമൽ ടീ, നമ്മ നോർമലാ കുടിക്കുന്നത്. എല്ലാ ടീക്കും ഒരല്ല തന്നെ, പ്രോസസിംഗ് മറ്റും വേറെ വേറെ ആയിട്ടുണ്ടാവും. അതിനുശേഷം 12 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇല ഡ്രൈ ക്രഷ് ആക്കും, പൗഡർ ആക്കും. താഴെ ക്രഷിംഗ് മെഷീൻ ഉണ്ട്. താഴെ ക്രഷിംഗ് മെഷീൻ ഉണ്ട്. ഒവർ റോഡ് 250 കുറച്ച് 250 കിലോ അല്ല. ഇതിപ്പോ നിങ്ങൾ ഇടല് കണ്ടിട്ടുണ്ടെങ്കിൽ ആടിനൊക്കെ ഇട്ട് കൊടുക്കണ മാതിരി ഫുള്ളായിട്ട് ഇടണല്ലേ? ഇപ്പൊ അതില്ലല്ലോ, പ്രോസസ് ഇല്ലല്ലോ. ക്രഷ് ആവട്ടോ. ഇങ്ങനെ ഇടുമ്പോ കുറച്ച് താഴെ പോയി താഴെ പോർട്ട് ക്രഷ് ആവും. മറ്റേതെല്ലാം താഴെ പോയി കാണാം. ഇത് പ്രോസസിങ് ഇല്ലെന്ന്. ഇതിലേക്ക് കുറച്ച് കുറവായിട്ടുണ്ട്, അതൊരു പ്രോസസിങ് ഇല്ല.
6 റോളർ ഉണ്ട്. ഓവർ റോളിൽ ഡ്രയർ ഉണ്ട്. ഡ്രയർ ഇട്ട ശേഷം 20 മിനിറ്റിൽ സാധനത്തിന് വറുത്ത് റെഡി ആയിട്ട് വരും. ഇതാണ് നമ്മളുടെ ടീ ഫാക്ടറിയുടെ പ്രോസസ്സിംഗ്. ഞാൻ ഫൈനൽ ഡ്രയറിൽ ചായപ്പൊടി വറുത്തറിഞ്ഞ് ഇതേമാതിരി ബ്ലാക്ക് കളർക്ക് ചായപ്പൊടി റെഡിയായി. ഇതിന് ശേഷം ഗ്രേഡുകളെല്ലാം പിരിക്കും. ഇത് ടീയിൽ വരുന്ന വേസ്റ്റ്. ഗ്രേഡ് പിരിക്കുമ്പോൾ ഡസ്റ്റ് ലീഫെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരും. ഡസ്റ്റ് ആകുമ്പോൾ നല്ല സ്ട്രോങ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ ടീ. ലീഫ് ആകുമ്പോൾ സ്ട്രോങ് കമ്മിയാവും, ഫ്ലേവറാവും മൈൽഡായിട്ടുണ്ടാവും. ഡ്രയറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനിഷ്യൽ നന്നായിട്ട് ഇലക്ട്രോണിക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ടീ ആണ് ചേച്ചി? വൈറ്റ് ടീ, ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ, മസാല ടീ, ഏലക്ക ടീ. വൈറ്റ് ടീ എന്ന് പറഞ്ഞാൽ മെഡിസിൻ ടീ. ഇത് ടേസ്റ്റിലൊന്നും ഉണ്ടാവില്ല. ഇത് ഡയബറ്റിക് കൺട്രോൾ, സർക്കുലേഷൻ, ക്യാൻസർ. അത് 1 കിലോ 9,000, 9,000 രൂപ. ഏലക്ക വേണോ? വൈറ്റ് ടീ, ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ, മസാല ടീ, കാർഡമം ടീ. സൈക്കോബഡൈസ് ഇത്രയും കാലമായിട്ട് വ്ളോഗ് ചെയ്തിട്ട് ഫാൻസ് ഇല്ല, പുറത്തുനിന്ന് ആർക്കും നമ്മളെ മനസ്സിലാവണില്ല എന്നുള്ള സങ്കടം. സൈക്കോബഡൈസ് വണ്ടിയാണ് നിർത്തിയേക്കന്നെ. സൈക്കോബഡൈസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ ഓടി വന്ന്. ഹലോ, ക്യാമറ എടുത്തിട്ട് ഓടൂട്ടോ. ഹലോ, ഇതാണ് നമ്മളെ ഫോളോവേഴ്സ്. സേ ഹലോ ഗൈസ്. ഈ ഒരു സബ്സ്ക്രൈബർ എന്താ അറിയില്ല. കുട്ടീനെ ബൈ. സൈക്കോബഡൈസിന്റെ ഫോളോവേഴ്സ് ആണ്. സൈക്കോബഡൈസിന്റെ ഫോളോവേഴ്സ് ഫുള്ള് മണ്ടന്മാരാ. പറയരുത്, മണ്ടന്മാരല്ല, ബുദ്ധിമാരാണത്. കാരണം നമ്മളെ പ്രേക്ഷകർക്കൊക്കെ എപ്പോഴും ഒരു സംശയമാണ് നമ്മളെ ബഡായി വെറും തള്ളലാണ്. അപ്പൊ ആദ്യമായി ബഡായി തെളിയിച്ചിരിക്കുന്നു തള്ളല്. ഞാൻ പറയുന്നത് സത്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് കൂനൂര്? പ്രകൃതി രമണീയമായ കൂനൂര് കണ്ടോ? നമ്മൾ ഊട്ടിക്ക് മടങ്ങാണ് കൂനൂരിൽ നിന്ന്. നമുക്ക് ശരിക്കും പോകേണ്ട റോഡ് നേരെയാണ്, പക്ഷേ ഇവിടെ മദ്രാസ് റെജിമെൻ്റലിൻ്റെ ഉള്ളിലൂടെ ഊട്ടിക്ക് റോഡുണ്ട്. അങ്ങോട്ട് കടത്തി വിടുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ എൻട്രൻസിൽ ഒന്ന് കയറി നോക്കാം, കാരണം മദ്രാസ് റെജിമെൻ്റലൊക്കെ നമുക്ക് കാണാമല്ലോ. ആ കാട്ടിപ്പോത്തിനെ ശരിക്കും കണ്ടോ? ഇതാ കാട്ടി റോട്ടുമേ. ക്യാമ വെക്കടാ, ഞാനത് കാണട്ടടാ. വെക്കടാ. ഇതിനകത്ത് ഉള്ള മിലിറ്ററിക്കാർക്ക്, ഈ പട്ടാളക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. അവർക്ക് വേണ്ട ഹോസ്പിറ്റല്, അതുപോലെ തന്നെ അവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള സ്കൂൾസൊക്കെ ഇതിനകത്ത് തന്നെയാണ്. വേണ്ട പാർക്ക്, അതുപോലെ ഗെയിം കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇവിടെ തന്നെയാണ്. ഫാമിലി ഇവിടെ നിന്നാണ് കൂടിയാൽ മതി.
നമ്മൾ കൂനൂരിൽ നിന്ന് ഇങ്ങനെ മടങ്ങി വരുമ്പോഴാണ് കൂനൂർ ഊട്ടി റോഡിൽ കുറേ കോട്ടേജസ് കണ്ടു കേട്ടോ. വുഡ് ഹൗസ് ഒക്കെ ആയിട്ട് ക്യൂട്ടായിട്ടുള്ള ചെറിയ ഹട്ട്സ് ആണ്. വുഡ് ഹൗസ് എന്നും പറയാം, അല്ലെങ്കിൽ ചെറിയ വുഡ് ഹട്ട്സ് എന്നും വേണമെങ്കിൽ പറയാം. ഇൻസൈഡ് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതൊന്ന് വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം. Day 1 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. We are talking from beautiful Kodnath. See you tomorrow at day 2. This is Psycho Buddies and family signing off.